ഹായ്, നമ്മുടെ ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ആൻഡ് ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് ദി ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം ഫൊറിയർ ട്രാൻസ്ഫോം, അടുത്ത് ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത് പ്രൂവ് ചെയ്യണം. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ് ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല? ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എഫ് ഒമേഗ. എഫ് ഒമേഗ ഫോർമുല എന്താണ്? 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. ഇതാണ് ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല. എഫ് ഓഫ് എക്സ് അറിയാമല്ലോ, അതായത് 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വരുന്നുണ്ടോ? ഇവിടെ പറയുന്നുണ്ട് മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന്. അതിന്റെ മീനിങ് എന്താണ്? എക്സ് വാല്യൂ ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. അപ്പൊ ലിമിറ്റ് എന്താണ്? -1 ടു +1. എഫ് ഓഫ് എക്സ് എന്താണ്? 1 - mod x. പിന്നെ ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഡി എക്സ്. ഇത്രയാണുള്ളത്. ഇനി എന്ത് ചെയ്യാം? അതായത് 1/√2π ഇന്റഗ്രൽ -1 ടു +1 1 - mod x. ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ എന്താണ്? കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റയാണ്. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് കോസ് ഒമേഗ എക്സ് മൈനസ് ഐ സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റ് ഒന്ന് മാറ്റണം. നമുക്കിത് രണ്ടാണ് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ എന്ത് വരും? 1/√2π ഇന്റഗ്രൽ -1 ടു 1 1 - mod x ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഒരെണ്ണം. അടുത്ത ഈ മൈനസ് ഒരു ഐ വരുന്നില്ലേ? ഐ. ഇത് നമുക്കൊരു ഹോൾ ബ്രാക്കറ്റ് കൊടുക്കാം. ഐ ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വീണ്ടും ഒന്നാണ് 1 - mod x ഇൻറ്റു സൈൻ ഒമേഗ എക്സ് 1 - mod x ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇങ്ങനെ കിട്ടി. രണ്ട് ഇന്റഗ്രേഷൻ വന്നല്ലോ. ഇനി എന്ത് ചെയ്യാം? മൈനസ് ഇൻഫിനിറ്റി ടു അല്ല, -1 ടു +1 ആണ്. -1 ടു +1. ഇനി എന്ത് നോക്കാം? ഇത് ഓഡ് ഫംഗ്ഷൻ ആണോ ഈവൻ ഫംഗ്ഷൻ ആണോ നോക്കാം. 1 - mod x ഓഡ് ആണോ ഈവൻ ആണോ? മോഡ് ഉള്ളത് കൊണ്ട് മൈനസ് വെളിയിൽ വരുന്നില്ല. അപ്പൊ അത് ഈവൻ തന്നെയാണ്. കോസ് ഒമേഗ എക്സ് എന്താണ്? കോസ് ഓഫ് മൈനസ് ഒമേഗ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ എക്സ് തന്നെയാണ്. അപ്പൊ ഈ ഫസ്റ്റ് പാർട്ട് ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ. സെക്കൻഡ് പാർട്ട് എന്താണ്? 1 - mod x ഈവൻ ഫംഗ്ഷൻ ആണ്. കാരണം എക്സിന് മൈനസ് കൊടുത്താൽ മോഡ് ഉള്ളതുകൊണ്ട് മൈനസ് പുറത്ത് വരുന്നില്ല. സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റയാണ്. അപ്പൊ ഇവിടെ സൈൻ ഉള്ളതുകൊണ്ട് മൈനസ് മിച്ചം വരും. അപ്പൊ എന്താണ്? സെക്കൻഡ് പാർട്ട് ഈ ഓഡ് ഫംഗ്ഷൻ ആണ്. എന്താണ് ഓഡ് ഫംഗ്ഷന്റെ ആൻസർ? 0 എന്ന് വരും. അതായത് നമുക്കറിയാം ഇന്റഗ്രൽ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഡ് ആണെങ്കിൽ 0. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഓഡ്, ഓഡ് ആണെങ്കിൽ 0. ഈവൻ ആണെങ്കിൽ എന്താണ്? ഈവൻ ആണെങ്കിൽ 2 ടൈംസ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ്. ഇവിടെ ഡി എക്സും കൂടെ ഉണ്ട്. അപ്പൊ ഓഡ് ആണെങ്കിൽ 0 ആണ്, ഈവൻ ആണെങ്കിൽ 2 ടൈംസ് ആണ്. അപ്പൊ ഈ സെക്കൻഡ് ഫംഗ്ഷൻ ഓഡ് ആയതുകൊണ്ട് അതിന്റെ ആൻസർ 0 വരും. അപ്പൊ എന്താണ്? നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. അത് എന്താണ്? ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം? 2 ടൈംസ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നല്ലേ? അതായത് നമുക്കിവിടെ എഫ് ഒമേഗയാണ് കിട്ടുന്നത്. ഒരു 1/√2π ഉണ്ട്. ഇത് 2 ടൈംസ് ആവും. 2 ടൈംസ് ഇന്റഗ്രൽ 0 ടു 1 1 - mod x കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇത്രയും ആയി. കണ്ടോ? ഈ വലിയ ഇന്റഗ്രേഷനകത്തുള്ള ഈ സെക്കൻഡ് പാർട്ട് 0 ആയിട്ട് മാറി. അപ്പൊ ഇനി ഫസ്റ്റ് പാർട്ട് മാത്രമേ ഉള്ളൂ. ഇനി എന്താണ്? ഇന്റഗ്രൽ 0 ടു 1 ഉള്ളൂ. നെഗറ്റീവ് വാല്യൂസ് ഒന്നും ഇല്ല. പിന്നെ എന്താണ് ഈ മോഡിന്റെ ആവശ്യം? മോഡ് വേണ്ട, മോഡ് മാറ്റി എഴുതാം. അതേപോലെ എന്താണ്? 2/√2 ആണ്. അപ്പൊ √2/π എന്ന് എഴുതാം. 2/√2 ആണ്. √2/√π ഒരുമിച്ച് √2/π. ഇന്റഗ്രൽ 0 ടു 1. ഇവിടെ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മോഡിന്റെ ആവശ്യമില്ല. 1 - x കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇനി എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേഷൻ ചെയ്യണം എങ്ങനെയാണ്? നമ്മുടെ ബെർണോളിസ് തിയറം ആണ്. വെളിയിലൊരു √2/π ഉണ്ട്. ഇനി എന്താണ് ബെർണോളിസ് ഫോർമുല പറയുന്നത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു 1 - x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്
കോസ് ഒമേഗ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ മൈനസ്, അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസിന്റെ ഇന്റഗ്രൽ സൈൻ ആണ്, ഒമേഗ എക്സ് വരുന്നോണ്ട് ബൈ ഒമേഗ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ആണ്. അപ്പൊ എക്സിന്റെ കൂടെ വരുന്ന ഒമേഗയാണ് താഴെ വരുന്നത്. മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്താണ്? 1 0 മൈനസ് എക്സിന് -1 -1 ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ ഒമേഗ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ വീണ്ടും ഒരു ഒമേഗ വരും. ഇവിടെ ഒരു ഒമേഗ ഉണ്ടല്ലോ, അപ്പോൾ ഒമേഗ സ്ക്വയർ ആയി കഴിഞ്ഞു. അപ്പൊ എന്താണ് ചെയ്തത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇനി അടുത്തൊരു ടേം വരണമെങ്കിൽ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എടുക്കുന്നത് 0 വരും. അതുകൊണ്ട് വേണ്ട, ഇതിലാണ് ടേം വരുന്നുള്ളൂ. ഇനി എന്താണ്? നമ്മുടെ ലിമിറ്റ് കൊടുക്കണം. ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അതായത് √2/π വെളിയിലുണ്ട്. അപ്പർ ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ 1 - 1 0, ഈ ടേം ഇല്ല. അടുത്തെന്താണ്? മൈനസ് മൈനസ് മൈനസ്, അപ്പൊ ഒരു മൈനസ് ആണ്. മൈനസ് നമ്മൾ എക്സിന് 1 കൊടുക്കുകയാണ്, കോസ് ഒമേഗ ബൈ ഒമേഗ അപ്പർ ലിമിറ്റ് ഒമേഗ സ്ക്വയർ. അപ്പർ ലിമിറ്റ് കൊടുത്തപ്പോൾ കിട്ടിയതാണ്. ഇവിടെ കൊടുത്തപ്പോൾ 1 - 1 0, ഈ ടേം ഇല്ല. ഇവിടെ എന്താണ്? മൈനസ് 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 വരുമ്പോൾ മൈനസ് ആണ്. എക്സിന് 1 കൊടുത്തപ്പോൾ കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. ഇനി ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോഴോ 1 - 0 1 ആണ്, പക്ഷേ സൈൻ 0 0, അപ്പൊ ഫസ്റ്റ് ടൈം ഇല്ല. സെക്കൻഡ് ടൈം എന്താണ് വരുന്നത്? ഇവിടെ മൈനസ് ആണ്, 3 മൈനസ് അല്ലേ, മൈനസ് ആണ്. ലോവർ ലിമിറ്റ് ആണ് പ്ലസ്. കോസ് 0 എന്താണ്? 1 ബൈ ഒമേഗ സ്ക്വയർ, അതായത് √2/π. നമുക്കൊന്ന് തിരിച്ചെഴുതാം. 1 മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ എന്ന് കിട്ടിക്കഴിഞ്ഞു. കണ്ടോ എന്താണ് കിട്ടിക്കഴിഞ്ഞത്? ഫൊറിയർ ട്രാൻസ്ഫോം ഫസ്റ്റ് പാർട്ട് മാത്രം കിട്ടി. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അതത് ചെയ്യാം. ഇവിടെ നിന്നും ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ് ഫോർമുല? 1/√2π ഇന്റഗ്രൽ -∞ to ∞ എഫ് ഒമേഗ e raised to I omega x d omega. എന്താണ് എഫ് ഒമേഗ? അതായത് 1/√2π വെളിയിലുണ്ട്. ഇന്റഗ്രൽ -∞ to ∞. എഫ് ഒമേഗ എന്ന് പറയുന്നത് √2/π 1 മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ. എന്താണ് e raised to I theta? e raised to I theta എന്ന് പറഞ്ഞാൽ cos theta plus I sin theta ആണ്. ആ മാറ്റി എഴുതുമ്പോഴത്തേക്ക് cos ഒമേഗ x plus I sin ഒമേഗ x d ഒമേഗ എന്ന് കിട്ടും. കണ്ടോ? ഇനി എന്ത് ചെയ്യാം? ഇവിടെ മുകളിൽ റൂട്ട് കൊണ്ട് ഇവിടെ റൂട്ട് കൊണ്ട് വെട്ടിപ്പോകും. √π × √π പൈ ആണ്. അപ്പം 1/π ഇൻറ്റു ഇന്റഗ്രൽ -∞ to ∞. ഇവിടെ ഒമേഗയാണ് വേരിയബിൾ. എക്സിന്റെ ലിമിറ്റ് ആണ് -1 to +1 എന്ന് പറയുന്നത്, അല്ലാതെ ഒമേഗയുടെ അല്ല. എക്സിന്റെ ലിമിറ്റ് ആണ് -1 to +1. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെയ്യുന്ന ഒമേഗയ്ക്കാണ്. അപ്പൊ ഒമേഗയുടെ ലിമിറ്റ് എന്താണ്? -∞ to ∞ തന്നെയാണ്. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ന് രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. രണ്ട് ഇന്റഗ്രേഷൻ ആയിട്ട് കോൺസ്റ്റന്റ് വെളിയിലാക്കിയല്ലോ. പിന്നെ എന്ത് വരും? 1 മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ ഒരു ഇന്റഗ്രേഷൻ പ്ലസ് ഇന്റഗ്രൽ -∞ to ∞ 1 മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ എക്സ് ഒരു ഐ ഉണ്ട്, സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ആ ഐന് ആദ്യം എഴുതി. കണ്ടോ? രണ്ട് ഇന്റഗ്രേഷൻ ആയിട്ട് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ലിമിറ്റ് ഇന്റഗ്രൽ -∞ to ∞ ആണ്. അപ്പൊ ഓടാണോ ഇവനാണോ നോക്കാം. ഒരാൾ ഓടായിരിക്കും, ഒരാൾ ഈവനായിരിക്കുമല്ലോ. അപ്പൊ ഓടാണോ ഇവനാണോ നോക്കുന്നതിനായിട്ട് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഡി ഒമേഗയാണ് ചെയ്യുന്നത്. ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ഡി ഒമേഗ. അപ്പൊ ഒമേഗയാണ് വേരിയബിൾ. അപ്പൊ ഒമേഗയ്ക്കാണ് നമ്മൾ -ω എന്ന് കൊടുക്കുന്നത്. ഡിനോമിനേറ്റർ ഒമേഗ സ്ക്വയർ അല്ലേ? അപ്പൊ -ω² ഒമേഗ സ്ക്വയർ തന്നെയാണല്ലോ. അപ്പൊ ഡിനോമിനേറ്റർ ഈവൻ തന്നെയാണ്. ന്യൂമറേറ്റർ നോക്കുമ്പോൾ എന്ത് വരും? 1 മൈനസ് കോസ് ഓഫ് -ω കോസ് ഒമേഗ 1 മൈനസ് കോസ് ഒമേഗ തന്നെയല്ലേ? അതായത് 1 മൈനസ്
കോസ് ഓഫ് മൈനസ് ഒമേഗ. പിന്നെ എന്ത് വരും? കോസ് മൈനസ് ഒമേഗ എക്സ്. ഇത്രയല്ലേ വരുന്നത്. ഇതിനകത്ത് ഒമേഗയ്ക്ക് മൈനസ് കൊടുക്കുമ്പോഴത്തേക്ക് ഇതെന്താണ്? 1 മൈനസ് കോസ് ഒമേഗ തന്നെയാണ്. കോസ് ഓഫ് മൈനസ് ഒമേഗയും വെറും കോസ് ഒമേഗ തന്നെയാണ്. കോസ് ഒമേഗ എക്സ് തന്നെയാണ്. അപ്പോൾ ഒരു മാറ്റവും വന്നില്ലല്ലോ. സെയിം ഫംഗ്ഷൻ അല്ലേ. അപ്പൊ എന്താണത്? ഈവൻ ഫംഗ്ഷൻ ആണ്. ഫസ്റ്റ് ഇന്റഗ്രൽ ഈവൻ ഫംഗ്ഷൻ ആണ്. സെക്കൻഡ് എന്താണ്? 1 മൈനസ് കോസ് ഒമേഗ എന്താണ്? 1 മൈനസ് കോസ് ഒമേഗ തന്നെ വരും. പക്ഷെ അടുത്തത് സൈൻ ഒമേഗ എക്സ് ആണ്. സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. സൈനിന് ഒമേഗയ്ക്ക് മൈനസ് കൊടുത്താൽ മൈനസ് പുറത്ത് വരും. അപ്പൊ എന്താണ്? രണ്ടാമത്തത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ആൻസർ 0 എന്ന് കിട്ടും അല്ലേ. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ആൻസർ 0 എന്ന് കിട്ടും. അപ്പൊ ഫസ്റ്റ് ഇന്റഗ്രൽ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായി ആൻസർ? അതായത് ഒരു 1/π വെളിയിലുണ്ടായിരുന്നു. ഈവൻ ഫംഗ്ഷൻ അല്ലേ. അപ്പൊ 2 ടൈംസ് ഇന്റഗ്രൽ 0 to infinity 1 മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇതെന്താണ് കിട്ടിയത്? എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2/π ഇന്റഗ്രൽ 0 to infinity 1 മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് കിട്ടി. ഇതെന്താണ്? ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ ഇനി വീണ്ടും ഇന്റഗ്രേഷൻ ചെയ്യേണ്ട കാര്യമില്ല. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. നമുക്ക് ഫോറിയർ ഇന്റഗ്രൽ ഫോമിലാണ് കിട്ടേണ്ടത്. അപ്പൊ ആ ഇന്റഗ്രൽ വാല്യൂ മാത്രം എന്ത് വരും? അപ്പൊ ഇനി വീണ്ടും ഇന്റഗ്രേഷൻ ചെയ്യണമെന്ന് വിചാരിച്ച് ബുദ്ധിമുട്ടണ്ട. ഇന്റഗ്രൽ ചെയ്യുന്നില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇന്റഗ്രൽ ഫോമിലാണ്. അതാണ് ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. 2/. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ മാത്രം എന്ത് വരും? ഇന്റഗ്രൽ 0 to infinity 1 മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ ഈക്വൽ ടു എന്താണ്? ഈ പൈ ഇങ്ങോട്ട് കയറും. പൈ എഫ് ഓഫ് എക്സ് ബൈ 2. അതായത് π/2 എഫ് ഓഫ് എക്സ് കിട്ടും അല്ലേ. അതായത് നമുക്ക് കിട്ടിയത് π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് അല്ലേ. എന്താണ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ? 1 മൈനസ് മോഡ് എക്സ് ആണ്. 1 മൈനസ് മോഡ് എക്സ് അതെപ്പോഴാണ്? 4 മോഡ് എക്സ് ലെസ് ദാൻ 1. 4 മോഡ് എക്സ് ലെസ് ദാൻ 1. നമുക്ക് രണ്ട് പാർട്ടിൽ എഴുതാം. 0 അതർവൈസ് കൂടെ ഉണ്ടല്ലോ. 0 അതർവൈസ് ഇങ്ങനെ എഴുതാം. അതായത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഇതാണ്. അപ്പൊ ഒരു π/2 എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ π/2 ഇൻറ്റു 1 മൈനസ് മോഡ് എക്സ് എപ്പോഴാണ്? 4 മോഡ് എക്സ് ലെസ് ദാൻ 1. 0 അതർവൈസ്. ഇനി എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഈ ആൻസർ കൂടെ കണ്ടുപിടിക്കണം. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഈ കിട്ടിയതുമായിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്ക്. എന്നിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്ക്. ഈ കിട്ടിയതും ഇതുമായിട്ട് എന്താണ് വ്യത്യാസം? ഇവിടെയുള്ള കോസ് ഒമേഗ എക്സ് അവിടെ ഇല്ല അല്ലേ. അപ്പൊ കോസ് ഒമേഗ എക്സ് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? എക്സിന് 0 കൊടുക്കാം. പുട്ട് എക്സ് ഈക്വൽ ടു 0. പുട്ട് എക്സ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്ത് വരും? കോസ് 0 ആ ടേം 1 ആയിട്ട് മാറും. അപ്പൊ എന്താവും? ഇന്റഗ്രൽ 0 to infinity 1 മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഈക്വൽ ടു π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് അല്ലേ. അതായത് π/2 ഇൻറ്റു 1 മൈനസ് മോഡ് എക്സ്. ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെയാണോ വരുന്നത്? -1നും +1നും ഇടയ്ക്കല്ലേ 0 എന്നുള്ള വാല്യൂ. അപ്പം 1 മൈനസ് മോഡ് എക്സ് തന്നെയാണ്. അപ്പൊ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ π/2 മാത്രമേ വരുള്ളൂ അല്ലേ. π/2 ഇൻറ്റു എക്സിന് 0. അപ്പം 1 മൈനസ് 0 π/2 എന്ന് കിട്ടും. ഇതാണ് കിട്ടിയത്. ഇനി ഈ ആൻസറുമായിട്ട് കമ്പയർ ചെയ്ത് എന്താണ് വ്യത്യാസം? അവിടെ ഉള്ളത് എക്സ് ആണ്, ഇവിടെ ഉള്ളത് ഒമേഗയാണ്. ആ ഒമേഗയ്ക്ക് പകരം എക്സിന് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. റീപ്ലേസിംഗ് ഒമേഗ ബൈ എക്സ്. റീപ്ലേസിംഗ് ഒമേഗ ബൈ എക്സ്. അപ്പൊ എന്ത് കിട്ടും? ഒമേഗയും എക്സും കൂടെ പരസ്പരം മാറ്റി വയ്ക്കുമ്പോഴത്തേക്ക് ഈ സെയിം ആൻസർ കിട്ടൂലേ.
ഇന്റഗ്രൽ 0 to infinity 1 minus cos x by x square dx equal to pi by 2 എന്ന് കിട്ടിക്കഴിയും. കണ്ടോ? ഇവിടെ ലെറ്ററിന്റെ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ലെറ്റർ പരസ്പരം മാറ്റി കൊടുത്താൽ മാത്രം മതി. ഇതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത്ര ലെങ്തി ആണെന്നേ ഉള്ളൂ. നമുക്ക് ആദ്യം ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. എന്നിട്ട് ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ, അതായത് ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടും. അടുത്തെന്തോ റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഫൈനൽ ആൻസർ കിട്ടും. അപ്പൊ എഫ് ഓഫ് എക്സ് ഉണ്ട്. ആദ്യം എന്ത് വേണം? ഫൊറിയർ ട്രാൻസ്ഫോം എഫ് ഒമേഗ. എന്താണ് എഫ് ഒമേഗ ഫോർമുല? 1/√2 പൈ ഇന്റഗ്രൽ -∞ to infinity എഫ് ഓഫ് എക്സ് e raised to minus I omega x dx. ഇതാണ് ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല. അതായത് 1/√2 പൈ ലിമിറ്റ് എന്താണ്? മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ്. അപ്പൊ എക്സിന്റെ ലിമിറ്റ് ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. അപ്പൊ ഇന്റഗ്രൽ -1 to +1 എഫ് ഓഫ് എക്സ് എന്താണ്? 1 minus x square. എന്താണ് e raised to minus I theta? cos theta minus I sin theta. അപ്പൊ അവിടെ എന്ത് വരും? cos omega x minus I sin omega x dx. ഇനി എന്ത് ചെയ്യാം? നമുക്ക് രണ്ട് ഇന്റഗ്രേഷൻ ആയിട്ട് മാറ്റി എഴുതാം. 1/√2 പൈ ഇന്റഗ്രൽ -1 to 1 1 minus x square ഈ cos ഒമേഗയും dx കൂടാ cos omega x dx. അടുത്തെന്താണ്? ഈ ടേം ഇത് കൂടെ വരുമല്ലോ. അപ്പൊ ഒരു -i ഉണ്ട്. -i ഇന്റഗ്രൽ -1 to 1 1 minus x square sin omega x dx. ഇനി എന്ത് നോക്കാം? ഈവൻ ആണോ ഓഡ് ആണോ നോക്കാം. 1 minus x സ്ക്വയറിൽ എക്സിന് മൈനസ് കൊടുത്താൽ 1 minus x സ്ക്വയർ മാറൂലല്ലോ. -x സ്ക്വയർ, അപ്പൊ x സ്ക്വയർ തന്നെയാണ്. അപ്പൊ 1 minus x സ്ക്വയർ ഈവൻ ആണ്. എന്താണ്? കോസ് ഈവൻ. അപ്പോൾ അതൊരു ഈവൻ ഫംഗ്ഷൻ ആണ്. ആദ്യത്തെ ഈവൻ ഫംഗ്ഷൻ ആണ്. രണ്ടാമത്തെ എന്താണ്? 1 minus x സ്ക്വയർ ഈവൻ ആണ്, പക്ഷെ സൈൻ എന്താണ്? ഓഡാണ്. അപ്പൊ രണ്ടാമത്തെ ഫംഗ്ഷൻ ഓഡാണ്. എന്താണ്? ഓഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ 0 ആണ്. ഓഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ 0 ആണ്. അപ്പൊ എന്താ ഉള്ളൂ? 1/√2 പൈ. ആദ്യത്തെ ഇന്റഗ്രൽ ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? 2 ടൈംസ് ഇന്റഗ്രൽ 0 to 1 1 minus x സ്ക്വയർ cos omega x dx എന്ന് കിട്ടും അല്ലേ? ഇനി 2√2 കൂടെ വെട്ടം എന്ന് വരും. ഒരു √2/π എന്ന് കിട്ടും. √2/π. ഇനി എന്താണ്? ഈ ഇന്റഗ്രേഷൻ ചെയ്യണം. ഇന്റഗ്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു നമ്മുടെ ബെർണോളിസ് തിയറം ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ 1 minus x സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് cos omega x ന് sin omega x by omega മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്താണ്? 1 minus x സ്ക്വയറിന് -2x ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് sin omega x ന് മൈനസ് cos omega x by omega. അപ്പൊ അവിടെ ഒമേഗ സ്ക്വയർ ആകും. പ്ലസ് അടുത്ത് പ്ലസ് ആണ് വരേണ്ടത്. ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് -2x ന് -2 ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് -cos omega x ന് -sin omega x by omega. അപ്പൊ എന്താവും? ഒമേഗ ക്യൂബ് ആകും. ലിമിറ്റ് 0 to 1. ബെർണോളിസ് തിയറം ആണ് അപ്ലൈ ചെയ്തത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അടുത്ത് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ലിമിറ്റ് 0 to 1. ഇനി ആ ലിമിറ്റ് കൊടുക്കാം. നമുക്കിവിടെ ലിമിറ്റ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് 1 ആണ്. വെളിയിലൊരു √2/π. എന്താണ്? ഈ എക്സിന് നമ്മൾ അപ്പർ ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ 1 minus 1 0. അപ്പൊ ഫസ്റ്റ് ടൈം ഇല്ല. അടുത്തെന്താണ്? മൈനസ് മൈനസ് പ്ലസ്, വീണ്ടും ഒരു മൈനസ് ഉണ്ട്. മൈനസ് എക്സിന് 1 ആണ്. -2 എക്സിന് 1 cos omega by omega സ്ക്വയർ. അവിടെ എന്ത് വരും? പ്ലസ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ sin omega by omega ക്യൂബ്. അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞു. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോഴോ sin 0 വരും. അപ്പൊ ഇത് വേണ്ട. -2x എക്സിന് 0 കൊടുക്കുമ്പോൾ ഈ ടേം 0 വരും. അപ്പൊ ആ ടേം വരും. അവിടെ എന്താണ്? പ്ലസ് ആണ്, പക്ഷെ ലോവർ ലിമിറ്റ് ആയിട്ട് -2. സോറി, അത് എന്താണ്? സൈൻ ആണ്. sin 0 വരും. അപ്പൊ ആ ടേമും ഇല്ല. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താണ്? ഒരു 2 കൂടെ ഉണ്ടായിരുന്നു.
പ്ലസ് 2 ഒരു 2 കൂടെ ഉണ്ടായിരുന്നു. ഇനി എന്താണ് ആ 2നെ വെളിയിലാക്കാം. അപ്പൊ 2√2/π ഒന്ന് തിരിച്ചെഴുതാം, കാരണം അത് പ്ലസ് അല്ലേ ഇത് മൈനസ് അല്ലേ. സൈൻ ഒമേഗ ബൈ ഒമേഗ ക്യൂബ് മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ. ഇതൊന്ന് ആഡ് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് 2√2/π ഡിനോമിനേറ്റർ ആയിട്ട് നമുക്ക് ഒമേഗ ക്യൂബ് എടുക്കാം. അപ്പൊ ന്യൂമറേറ്റർ എന്ത് വരും? സൈൻ ഒമേഗ മൈനസ് ഇവിടെ എന്ത് വരും? ഒമേഗ കോസ് ഒമേഗ. അപ്പൊ എന്ത് കിട്ടിക്കഴിഞ്ഞു? നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. എന്താണ് എഫ് ഓഫ് എക്സിന്റെ ഫോർമുല? എഫ് ഓഫ് എക്സിന്റെ ഫോർമുല 1/√2π ഇന്റഗ്രൽ -∞ to ∞ f ഒമേഗ e⁻⁰x d ഒമേഗ. ഇതാണ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എക്സിന്റെ ഫോർമുല. ഈ എഫ് ഒമേഗയാണ് നമ്മുടെ ഈ കിട്ടിയ എഫ് ഒമേഗ. അപ്പൊ എന്താവും? 1/√2π ഇന്റഗ്രൽ -∞ to ∞ എഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ 2√2/π. പിന്നെ എന്ത് വരും? സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ ക്യൂബ്. ഇനി എന്താണ്? e⁻iθ. e⁻iθ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പൊ എന്താവും? കോസ് ഒമേഗ എക്സ് പ്ലസ് ഐ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇത്രയും വലിയൊരു ഇന്റഗ്രേഷൻ ആണ് കിട്ടിയത്. ഇനി എന്ത് ചെയ്യും? നമുക്ക് രണ്ട് ഇന്റഗ്രേഷനായിട്ട് മാറ്റി എഴുതാം. എന്നിട്ട് ഈവൻ ആണോ ഓടാണോ നോക്കാം. അപ്പോൾ ഓട് വരണ ഒരെണ്ണം മാറി കിട്ടും. അപ്പോൾ ഇത് വളരെ ചെറുതായിട്ട് വരില്ലേ? ഇത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ആണേ. ഇവിടെ എന്താണ്? ഇവിടെ ഒരു √2/√2 അത് വെട്ടിപ്പോകും. √π × √π അപ്പൊ 2/π വെളിയിൽ വരും. രണ്ട് ഇന്റഗ്രലായിട്ട് മാറ്റി എഴുതാം. ഇന്റഗ്രൽ -∞ to ∞. ഇതെന്താണ്? സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ ക്യൂബ് കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ പ്ലസ് അടുത്തതിൽ ഒരു ഐ ഉണ്ട്. ഐ വെളിയിലാക്കുക. ഇന്റഗ്രൽ -∞ to ∞ സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ ക്യൂബ് സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. കണ്ടോ? രണ്ട് ഇന്റഗ്രേഷനായിട്ട് മാറ്റി എഴുതി. ഇനി നമുക്ക് ഇത് ഓടാണോ ഈവൻ ആണോ നോക്കണം. ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ഡി ഒമേഗയാണ്. അപ്പോൾ ഒമേഗയാണ് ഇവിടുത്തെ വേരിയബിൾ. നമ്മൾ ഒമേഗയ്ക്കാണ് മൈനസ് കൊടുക്കുന്നത്. ഇവിടെ ഒമേഗ ക്യൂബ് ആണ്. അപ്പോൾ ഒമേഗയ്ക്ക് മൈനസ് കൊടുത്താൽ മൈനസ് ഒമേഗ ക്യൂബ് മൈനസ് വെളിയിൽ വരും അല്ലേ? പിന്നെ എന്താണ്? ഇവിടെ മൈനസ് വെളിയിൽ വരും. ഇവിടെ എന്ത് വരും? കോസിൽ മൈനസ് വെളിയിൽ വരില്ല. സൈനിൽ മൈനസ് വരും. ഇവിടെയും ഒരു മൈനസ് വരും. ആ മൈനസും ഈ മൈനസും കൂടെ വെട്ടിപ്പോകും. അപ്പൊ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണ്. ഫസ്റ്റ് ഈവൻ ആണ്. കണ്ടോ? ആദ്യത്തത് ഈവൻ ഫംഗ്ഷൻ ആണ്. രണ്ടാമത്തെ എന്താണ്? നമ്മുടെ ഒമേഗ ക്യൂബ് ഓടാണ്. സൈനും ഓടാണ്. അപ്പൊ ആ രണ്ട് മൈനസും കൂടെ വെട്ടിപ്പോയി. ഇവിടെ എന്ത് വരും? സൈനിൽ ഒരു മൈനസ് ഉണ്ട്. ഇവിടെയും ഒരു മൈനസ് ഉണ്ട്. അപ്പൊ എന്താണ്? അത് ഈവൻ, അത് ഓഡ് ഫംഗ്ഷനാണ്. അത് ഓഡ് ഫംഗ്ഷൻ. രണ്ടാമത്തത് ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇന്റഗ്രേഷൻ വാല്യൂ എന്താണ്? 0. നമ്മൾ ഒമേഗയ്ക്ക് 0 കൊടുത്ത് നോക്കും. അപ്പം നമുക്ക് സെയിം ഫംഗ്ഷൻ തന്നെ കിട്ടുകയാണെങ്കിൽ ഈവൻ ആണ്. മൈനസ് ഓഫ് സെയിം ഫംഗ്ഷൻ എന്ന് കിട്ടുകയാണെങ്കിൽ എന്താണ്? മൈനസിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് എന്താണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ രണ്ടാമത്തത് ഓഡ് ഫംഗ്ഷൻ ആണ്. അതിന്റെ ആൻസർ 0 ആണ്. ഒന്നാമത്തെ എന്താണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2/π. ഈവൻ ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? 2 times 0 to ∞ സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ ക്യൂബ് കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് കിട്ടിക്കഴിഞ്ഞു. ഈ 2 നും 2 കൂടെ 4 ആയി. അപ്പൊ എന്തായി? 4/π. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4/π ഇന്റഗ്രൽ 0 to ∞
സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ ക്യൂബ് കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. നോക്കിക്കേ, നമ്മുടെ ഈ ആൻസറിലെ കിട്ടിയത് അത് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് നമുക്ക് ഈ ആൻസർ കൂടെ ഡെഡ്യൂസ് ചെയ്ത് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഈ ആൻസറിൽ നിന്നാണ് നമുക്ക് ഇത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നിന്ന് ഇന്റഗ്രൽ പോർഷൻ മാത്രം എന്ത് വരും? ഇന്റഗ്രൽ 0 to infinity സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ ക്യൂബ് കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ ഈക്വൽ ടു എന്ത് വരും? ഈ പൈ ഇങ്ങോട്ട് വരും. പൈ ബൈ 4 ഇൻറ്റു എഫ് ഓഫ് എക്സ് അല്ലേ? ഇത് ഇങ്ങോട്ട് മാറി വരുമ്പോൾ പൈ ബൈ 4 ഇൻറ്റു എഫ് ഓഫ് എക്സ് കിട്ടും. പൈ ബൈ 4 ഇൻറ്റു എഫ് ഓഫ് എക്സ്. എന്താണ് നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ? എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ എന്ത് എഴുതാം? പൈ ബൈ 4 ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ ഇഫ് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 0 അതർവൈസ്. ഇങ്ങനെ എഴുതി കൂടെ. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കൂടെ കൊടുത്തു. അത് രണ്ട് ഇന്റഗ്രൽ ആയിട്ടാണ്. അപ്പൊ എന്താണ്? പൈ ബൈ 4 ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ ഇഫ് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 0 അതർവൈസ്. ഇനി ഇതും ഈ ഫൈനൽ ആൻസറോട്ടൊന്ന് കമ്പയർ നോക്കിക്കേ. എന്താണ് വ്യത്യാസം? ഈ ഫസ്റ്റ് പോർഷൻ ഒരുപോലെയാണ് അല്ലെ? ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നത് ഇവിടെയും ഉണ്ട്. ഈ രണ്ടാമത്തെ ഇതിലാണ് വ്യത്യാസമുള്ളത്. കണ്ടോ? ഇതിലാണ് വ്യത്യാസമുള്ളത്. ഇവിടെ ഒമേഗ എക്സ് ആയിരുന്നു, അവിടെ ഒമേഗ ബൈ 2. അപ്പൊ എന്ത് കൊടുത്താൽ മതി? എക്സിന് പകരം 1/2 എന്ന് കൊടുത്താൽ മതി അല്ലെ? പുട്ട് എക്സ് ഈക്വൽ ടു 1/2. അപ്പൊ എന്ത് കിട്ടും? രണ്ടും കൂടെ ഒന്ന് കമ്പയർ നോക്കുക. എന്താണ് വേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ എക്സ് ആയിരുന്നു, അവിടെ എന്താണ്? ഇവിടെ ഒമേഗ എക്സ്, അവിടെ ഒമേഗ ബൈ 2. അതായത് എക്സ് ഇല്ല, എക്സിന് പകരം 1/2 എന്ന് കൊടുത്തു. പുട്ട് എക്സ് ഈക്വൽ ടു 1/2. അപ്പൊ എന്താവും? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ ക്യൂബ് കോസ് ഒമേഗ ബൈ 2 ഡി ഒമേഗ ഈക്വൽ ടു നമ്മൾ എക്സിന് കൊടുത്ത വാല്യൂ 1/2 ആണ്. 1/2 എന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്തല്ലേ? -1നും +1നും ഇടയ്ക്കാണ്. -1നും +1നും ഇടയ്ക്കാണെങ്കിൽ എന്താണ്? പൈ ബൈ 4 ഇൻറ്റു 1 മൈനസ് എക്സിന് 1/2 അതിന്റെ സ്ക്വയർ അല്ലേ? -1നും +1നും പുറത്താണെങ്കിലോ നമുക്ക് 0 എന്ന് കൊടുക്കായിരുന്നു. ഇവിടെ -1നും +1നും ഇടയ്ക്കാണ് 1/2 എന്നുള്ള വാല്യൂ. അതുകൊണ്ട് ഈ എക്സിന് പകരം 1/2 എന്നുള്ള വാല്യൂ കൊടുത്തു. അപ്പൊ എന്താവും? പൈ ബൈ 4 ഇൻറ്റു 1 മൈനസ് 1/4 എന്ന് കിട്ടും അല്ലേ? അതായത് പൈ ബൈ 4 ഇൻറ്റു 3 മൈനസ് 4 മൈനസ് 1/4 ആണ്. അത് 3/4. അപ്പൊ എന്താവും? 3 പൈ ബൈ 16 എന്ന് കിട്ടും. അത് തന്നെയല്ലേ നമ്മുടെ ഗിവൺ ആൻസർ അല്ലേ? കിട്ടിയല്ലോ. ഹെൻസ് പ്രൂവ്ഡ്. ആൻസർ ആയി കഴിഞ്ഞു. ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ.